ഹേ ഗായ്സ്, വെൽക്കം ടു റംല റെസിപ്പീസ് ഡേ 18. ഫ്രൈഡ് ഐറ്റംസ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ കുറച്ച് എള്ളും കൂടെ ചേർത്ത് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അതുവരെ എല്ലാം ശരിയായിരുന്നു, പക്ഷെ ഉള്ളി കരിഞ്ഞു ഗൈസ്. എങ്കിലും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പണി തുടർന്നുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ള സാധനങ്ങളോട് ആഡ് ചെയ്തിട്ട് ഫില്ലിങ്സ് റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് കൂടെ വെച്ച് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് ഒരു ബൺ രൂപത്തിലാക്കിയിട്ട് ആവി കയറ്റിയെടുക്കണം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കുറച്ച് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഉള്ളി കരിഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായും കരിഞ്ഞ ചുവ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ ബീഫാണ് ഫില്ലിങ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണിത്. അപ്പോൾ നിങ്ങൾ കരിഞ്ഞു പോവാതെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.